ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വനം സീരിയലിൽ ഇനി വരാൻ ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ആലോകിന്റെ മനസ്സ് മാറിയ രീതിയിലേക്കാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചല്ലേ. അപ്പൊ ആലോകിനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ അച്യുതൻ വീട്ടിലേക്ക് വരുമ്പോൾ ഹാവോ നമ്മുടെ വക്കീലിന്റെ വാദം ജയിച്ചല്ലോ അച്യുതേട്ട, എനിക്ക് സന്തോഷമായി എന്ന് രാജശ്രീ പറയുമ്പോ ആര് പറഞ്ഞു കോടതിയിൽ വക്കീലിനെ മിടുക്കൊണ്ടവൻ പുറത്തിറങ്ങിയത്? പിന്നാരുടെ മിടുക്കൊണ്ടവൻ പുറത്തിറങ്ങിയത് അവളുടെ ഔദാര്യം കൊണ്ട്, അനുശ്രീയുടെ ഔദാര്യം. അനുശ്രീയുടെ ഔദാര്യം കൊണ്ടോ? അവള് പറഞ്ഞു കേസും കാര്യങ്ങളൊന്നും വേണ്ട, വെറുതെ വിട്ടയക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കോടതിയിൽ ജഡ്ജി പോലും അവൾ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അവളുടെ ഔദാര്യമാണ് നിന്റെ മോന്റെ ഇപ്പോഴത്തെ ജീവിതം, അല്ലെങ്കിൽ 10 വർഷം എന്തായാലും നിന്റെ മോൻ ജയിലിൽ കിടന്നാനെ. അത് മാത്രം, അത് പിന്നെ പോട്ടേന്ന് വെക്കാം, എന്തായാലും നമ്മുടെ മോനെ തിരിച്ചു കിട്ടിയല്ലോ എന്ന് വെച്ച് സമാധാനിക്കാം. അപ്പൊ ഇവന്റെ വക വേറൊരു പെർഫോമൻസോ? അച്യുതേട്ടൻ എന്തൊക്കെയാ പറയേണ്ടത്? അതെ, നിന്റെ മോൻ പറയാണേ കോടതിയിൽ ഇറങ്ങിയപ്പോ അവളുടെ കാലിൽ പോയി വീണിരിക്കുന്നു. എന്നിട്ട് മാപ്പ് തരണം അനുശ്രീ, എനിക്ക് മാപ്പ് തരണം, നീ നിന്റെ വലിയ മനസ്സാണ്, നിന്നെ സ്നേഹിച്ച് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. എനിക്ക് അവിടെ വെച്ചിട്ട് പിന്നെ രണ്ട് കൊടുക്കാനാ തോന്നുന്നത്. അയ്യേ നാണമില്ലടാ നിനക്ക്. എന്ത് പറയാനാ, അവനിപ്പോ ഭയങ്കര മനസ്സിൽ വല്ലാത്ത കുറ്റബോധം പോലും എന്ന് പറയുമ്പോഴേക്കും അത് കേൾക്കുന്ന അനന്ത പറയണ്ട അച്യുത, അത് നല്ല കാര്യമല്ലേ, അവൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ല, അത് അംഗീകരിക്കല്ലേ വേണ്ടത് എന്ന് ചോദിക്കുമ്പോഴേക്കും എന്ത് അംഗീകാരം എന്ന് പറയുമ്പോഴേക്കും എടാ നീ നിന്റെ മനസ്സിലെ വാശിയും ദേഷ്യവും ഒക്കെ കളഞ്ഞൊന്ന് ആലോചിച്ച് നോക്ക്. അവൾ അനുശ്രീ നമ്മുടെ അലോകിനേക്കാൾ എത്രയോ ചെറുതാണ്. എന്നിട്ട് അവൾക്ക് അത് പക്വതയാർന്നിട്ട് അവൾ അങ്ങനെയൊക്കെ ചിന്തിച്ചല്ലോ, അലോകിനെ വെറുതെ വിട്ടല്ലോ. എന്തായാലും അലോകിനെ ഇപ്പൊ നല്ലൊരു ബുദ്ധി തോന്നിക്കുന്നുണ്ടെങ്കിൽ അതിന് ഫുൾ ഉത്തരവാദിത്വം അനുശ്രീക്ക് തന്നെയാണ്. എന്തായാലും ഒരു പുരുഷന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞു, ഇതൊക്കെ തന്നെയാടാ എന്നൊക്കെ പറയുന്നുണ്ട്. അലോക് നീ പോയി റെസ്റ്റ് എടുക്ക് എന്ന് അനന്തം പറയണം. അങ്ങനെ അലോക് അപ്പുറത്തെ ബെഡ്റൂമിൽ പോയി കിടക്കുന്നുണ്ട്. ബെഡ്റൂമിൽ പോയി കിടക്കുമ്പോഴേക്കും അലോകിന്റെ മനസ്സിൽ ഫുള്ളും അനുവിനെ കുറിച്ചുള്ള വിചാരങ്ങളാട്ടോ. അനുവിനെ ആദ്യമായിട്ട് കണ്ടതും, അനുവിനോട് സംസാരിച്ചതും, അനുവിനെ ഗിഫ്റ്റ് കൊടുത്തതും, അനുവിനെ തട്ടിക്കൊണ്ടു പോയതും, അനു തന്നെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച നിമിഷങ്ങളും എല്ലാം തന്നെ അലോക് ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിക്കാൻ അലോക് പൊട്ടിക്കരയാണ്. നല്ലൊരു പെൺകുട്ടിനെ താൻ കളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ആകെ പൊട്ടിക്കരയാണ് അലോക്. അതേസമയം അനുശ്രീനാണെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആര്യനും ആനന്ദും കൂടി ചേർന്നിട്ടോ. അവര് പറയുന്നുണ്ട്, എടാ എടി നീ എന്തിനാടി അവനെ വിട്ടയച്ചത്, അവനെ അവിടെ കിടക്കണോ എന്ന്. അത് അവനെ അംഗീകരിക്കുന്നുണ്ട്. അവന് നിന്നോട് മാത്രമല്ല ഈ കുടുംബത്തോട് എത്രമാത്രം ദ്രോഹങ്ങളാ ചെയ്തിരിക്കുന്നത്, നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിച്ചു ഭയങ്കര പൊട്ടിത്തെറിയാട്ടോ. ഇത് കേട്ട് നമ്മുടെ ഗോമതി പറയണ്ടേ, മക്കളെ മതി നിർത്ത്, അനു ചെയ്തത് നല്ല കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. അമ്മ എങ്ങനെയല്ലേ പറയുള്ളൂ, അമ്മയുടെ ആങ്ങളുടെ മോനല്ലേ ഈ അലോക്. അപ്പൊ ആ ഒരു സ്നേഹം അമ്മക്ക് ചിലപ്പോൾ ഉണ്ടാവായിരിക്കും, പക്ഷെ ഞങ്ങൾക്കതില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ പെങ്ങളാണ് വലുത്. അപ്പോൾ അനു പറഞ്ഞിട്ട് ചേട്ടാ നിങ്ങൾ എന്തറിഞ്ഞിട്ടായത്, ഞാനേ ഇന്നലെ അമ്മയുടെ അടുത്ത് മുത്തശ്ശി സംസാരിക്കണ കേട്ടിരുന്നു. മുത്തശ്ശിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ? പോട്ടെ, ഈ മിത്ര ചേച്ചിനെ കുറിച്ച് ആലോചിച്ചോ? അലോക് എത്ര വൃത്തികെട്ടവനാണെങ്കിലും മിത്ര ചേച്ചിയുടെ ചേട്ടനല്ലേ, പിന്നെ അമ്മയുടെ ആങ്ങളുടെ മോനല്ലേ, മുത്തശ്ശിയുടെ കൊച്ചുമകനല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മൾക്ക് എന്തിനാ ശത്രുത? ഈ 2 ആഴ്ച കൊണ്ട് അവൻ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു, ഇനി വേണ്ട, ഒരു ശത്രുതയും വേണ്ട, എല്ലാം തീർക്കട്ടെ. പിന്നെ ഈ കോടതിയും കാര്യങ്ങളൊക്കെ എനിക്ക് മടുത്തു ചേട്ടാ എന്ന് അനു പറയാണ്. ബാലൻ പറഞ്ഞിട്ട് അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. എന്തായാലും അലോകിന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അത് കേട്ട് ആര്യം പണ്ടു മാറ്റല്ല ഉണ്ട വന്നിട്ടുണ്ട്. അച്ഛൻ അവൻ ഇപ്പോഴും അറിയില്ലേ അച്ഛാ, ഇതൊക്കെ അവന്റെ അഭിനയമാണ്. ഇനി അച്ഛൻ നോക്കിക്കോ അവന്റെ അടുത്ത നീക്കം എന്താണെന്ന്. ഇനി അനുവിനെ കാണാൻ വേണ്ടി ശ്രമിക്കും, അനുവിനോട് പിന്നെയും പഴയ പോലെ കൂട്ടുകൂടാൻ ശ്രമിക്കും, പ്രണയം നടിക്കാൻ ശ്രമിക്കും. എന്നിട്ട് വീണ്ടും നമ്മുടെ അനുമോളെ പ്രണയത്തിലാക്കി, അല്ലെങ്കിൽ നല്ല സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീട്ടുകാരെ കൊണ്ട് ഇവിടെ പെണ്ണ് ചോദിപ്പിച്ച് ഇവിടെ വിവാഹം കഴിക്കാൻ വേണ്ടി അവന് ആവശ്യം പറയും. അങ്ങനെ ഇവളെങ്ങനെ അവനെ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ, കഴിക്കില്ല അഥവാ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവളിട്ട് മാക്സിമം നരകിക്കുക. ഇപ്പൊ അവൻ 14 ദിവസം ജയിലിൽ കിടന്നില്ലേ, അതിന്റെ വാശിയും ദേഷ്യവും പോലീസുകാരടിച്ച് ഓരോരോ അടിക്കും അവൻ പകരം വീട്ടാൻ പോകുന്നത്. 2 അടിയായിട്ട് പകരം വീട്ടാൻ പോകുന്നത് നമ്മുടെ അനുവിന്റെ അടുത്തായിരിക്കും. അച്ഛൻ നോക്കിക്കോ, ഈ കഥകളൊക്കെ നമ്മൾ എത്രയോ സിനിമയിൽ കണ്ടിരിക്കുന്നു അച്ഛ എന്ന് പറയുമ്പോൾ ആനന്ദ് പറഞ്ഞ അതെ അച്ഛ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ നടക്കാൻ പോകുന്നു. അവന്റെ അടുത്ത നീക്കം പഴയ പോലെയല്ല, അവൻ ആകെ മാറി പരിശുദ്ധനായി. അവനിപ്പോ ഒരു കള്ളത്തരവും ഇല്ല, അനുവിനെ കെട്ടിച്ചു തരണം, അല്ലെങ്കിൽ അനുവിന്റെ സ്നേഹം മനസ്സിലാക്കി അനു എന്റെ കൂടെ നീ വരണം, ഭാര്യയായിട്ട് നീ മതി എന്നൊക്കെ പറഞ്ഞു. ഒരു അഭിനയമായിരിക്കും എന്ന് പറയുമ്പോ ബാലൻ പണ്ട എന്തെങ്കിലും ആവട്ടെ, അവൻ അങ്ങനെ അഭിനയിച്ചോണ്ട് വരുമ്പോ അപ്പം നോക്കാം നമുക്ക്. നിങ്ങൾ ഇപ്പൊ തന്നെ കാട് കയറി ചിന്തിക്കേണ്ടത്, അല്ലെ ഈ പ്രശ്നം തീർന്നു, ഇതോടുകൂടി തീർന്നു, അത്ര തന്നെ, എല്ലാരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, കഴിഞ്ഞു എന്ന് പറയണം. അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പം ഇത്രയും മീനാക്ഷിയും പറയുന്നുണ്ട്, അതെ ഞങ്ങൾ ഇന്ന് അനുമോളുടെ കൂടെയാണ് കിടക്കുന്നത് എന്ന് പറയണം. അത് നല്ല കാര്യമാണെന്ന് ബാലൻ പറയുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ച് കിടന്നു, അതായിരിക്കും നല്ലത് എന്ന് പറയണം. അങ്ങനെ അനുവിന്റെ കൂടെയാണ് മിത്രയും മീനാക്ഷിയും കൂടി റൂമിൽ പോയി കിടക്കുന്നുണ്ട്. അപ്പൊ മിത്ര അനുവിനോട് വളരെ നന്ദി പറയുന്നുണ്ട്. കാരണം അലോക് ഒരു വൃത്തികെട്ടവനാണെങ്കിലും തന്റെ ചേട്ടനാണ്, അപ്പൊ വെറുതെ വിട്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ നമ്മുടെ മിത്ര നമ്മുടെ അനുവിനോട് ഭയങ്കര നന്ദിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
അപ്പൊ അനു പറയുന്നുണ്ട് ഞാൻ മിത്ര ചേച്ചിക്കൊക്കെ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്. കാരണം എനിക്ക് അറിയാം മിത്ര ചേച്ചി എത്രമാത്രം അലോകിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളിൻ്റെ ഉള്ളില് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ അനു പറയുന്നുണ്ട്. അപ്പൊ അനുവിന്റെ ആ ഒരു പ്രശ്നം സോൾവ് ആയി അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കെ നമ്മുടെ അലോകിനെ ഭയങ്കര ഒരു ആഗ്രഹം അനുവിനൊന്ന് കാണണമെന്ന്. വീട്ടുമുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എത്തി എത്തി ഇടക്കിടക്ക് നോക്കുന്നുണ്ട് അനു പുറത്തെങ്ങാനും ഇറങ്ങുന്നുണ്ടോന്ന്. എവിടെ അനു പുറത്തിറങ്ങുന്നേ ഇല്ല. സമയത്ത് മുത്തശ്ശി വരുന്നുണ്ട്. അലോകിനോട് ചോദിക്കണേട്ടാ നീ കുറെ നേരം മുറ്റത്ത് നടക്കുന്നത് എന്ത് പരിപാടിയാ, നിന്റെ എന്തെങ്കിലും കാണാതെ പോയോ എന്ന് ചോദിക്കുകയാണ്. അല്ല മുത്തശ്ശി, ഞാൻ വെറുതെ ഇവിടെ നിന്നേ ഉള്ളൂ, നല്ല മഴക്കാറൊക്കെ ഉണ്ട്, അപ്പൊ വെറുതെ ഇങ്ങനെ നിന്നേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ അനുവിനെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും ആണോടോ ഇവിടെ നിൽക്കണത്. വേണ്ടിട്ടോ അലോകി, ആ കാര്യം അങ്ങോട്ട് കഴിഞ്ഞു. ഇപ്പൊ കിട്ടിയ നിന്റെ ജീവിതം അവളുടെ ഔദാര്യമാണെന്ന് കരുതിയിട്ട് അതങ്ങനെ ഇതാക്കിയേക്ക്. ഇനി അവളെ കാണാനോ സംസാരിക്കാനോ നിൽക്കണ്ട. അയ്യോ മുത്തശ്ശി, പഴയ പോലെ വഴക്കിടാനൊന്നും അല്ല, അവളോട് ഒരു നന്ദി പറയണം, പിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. വേണ്ട, നന്ദി പറച്ചിലും കാര്യങ്ങളൊന്നും വേണ്ട. കോടതി കഴിഞ്ഞപ്പോൾ നീ നന്ദി പറഞ്ഞതല്ലേ, പിന്നെ അവളെ കാണാൻ നിൽക്കണ്ട. അവളുടെ ചേട്ടന്മാർക്ക് അത് ഇഷ്ടമാവില്ല, ആ വീട്ടുകാർക്ക് അത് ഇഷ്ടമാവില്ല. അത്രമാത്രം ക്രൂരതകൾ നീ ആ പാവം പെണ്ണിനോട് ചെയ്തിട്ടുണ്ടല്ലോ. അവളുടെ പ്രായമോ പക്വതയോ ഒന്നും നോക്കിയില്ല. അവളുടെ വീട്ടുകാരുടെ മുന്നിൽ അവർ നാണം കെട്ട് ആ ജീവൻ എന്ന് പറഞ്ഞ വീട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടു. മുത്തശ്ശി, ഞാൻ വേണമെങ്കിൽ ആ പയ്യൻ ജീവന്റെ വീട്ടിൽ പോയി സംസാരിച്ചിട്ട് അനുവിനായിട്ടുള്ള വിവാഹത്തിന് വീണ്ടും സമ്മതിപ്പിച്ചാലോ. എടാ വെറുതെ ഇടാ, വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ നീ എന്ന് പറഞ്ഞ് മുത്തശ്ശി അകത്ത് കയറി പോവാണ്. അപ്പൊ അലോക് വിചാരിക്കുകയാണ് താൻ കാരണമാണല്ലോ ജീവന്റെയും അനുവിന്റെ വിവാഹം നടക്കാതെ പോയത്. അപ്പൊ താനൊന്ന് പോയിട്ട് ജീവനെ കണ്ട് സംസാരിച്ചാലോ, നടന്നതെല്ലാം ഇതാണെന്ന് പറഞ്ഞിട്ട് ജീവനോട് സംസാരിച്ചാലോ എന്ന് വിചാരിക്കുകയാണ് അലോക്. അങ്ങനെ അലോക് നേരെ ജീവന്റെ അടുത്തേക്ക് പോവാണ്. ജീവനോട് ഈ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാനും, അനു ഒരു പാവാണ്, അനുവിന് വിവാഹം കഴിക്കാൻ നിനക്ക് സാധിച്ചാൽ നിന്റെ ഭാഗ്യാണെന്നൊക്കെ പറയാൻ വേണ്ടി അലോക് നേരെ ജീവൻ വർക്ക് ബാങ്കിലേക്ക് പോവാണ്. അപ്പൊ അലോകിനെ കാണുമ്പോൾ നമ്മുടെ ജീവന് ആദ്യം മനസ്സിലാവുന്നില്ല. പിന്നെ ഇങ്ങനെ നീ അലോക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എന്തിനാ എന്നെ കാണാൻ വന്നത്? അല്ല, എനിക്ക് കുറച്ച് സംസാരിക്കണം എന്നൊക്കെ പറയാണ്. എന്താ സംസാരിക്കേണ്ടത്? ഞാനിപ്പോ ഫ്രീ അല്ല, ഫ്രീ ആവുന്ന സമയത്ത് പറയോ, എനിക്ക് ഒന്ന് സംസാരിക്കണമെന്ന് പറയാണ്. അങ്ങനെ ഫ്രീ ആവുന്ന സമയത്ത് ജീവൻ അലോകിനോട് സംസാരിക്കുന്നുണ്ട്. അലോക് പറയുന്നുണ്ട്, അനുവിനെ ഞാൻ സ്നേഹിച്ചത് ശത്രുത തീർക്കാനായിട്ടാണ്, പക്ഷെ അവൾക്ക് എന്നോട് ആത്മാർത്ഥ സ്നേഹം ഉണ്ടായിരുന്നു. അവളുടെ വിവാഹത്തെ നിങ്ങളുടെ വിവാഹം മുടക്കി അവളുടെ വീട്ടുകാർ നാണം കെടണം. അവൾ ഒരു ദിവസം രാത്രി ഫുള്ളും എൻ്റെ കൂടെയാണെന്ന് അറിയിക്കണം. പിന്നെ അവളെ ഞാൻ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ല, ആ രീതി ഞാൻ അവളെ നോക്കിയിട്ട് പോലുമില്ല. അവളുടെ ജീവിതം അവളുടെ വീട്ടുകാരുടെ ജീവിതം കുട്ടിച്ചോറാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവളെ കാണുമ്പോൾ ഞാൻ അവളത്തെ എപ്പോഴും പറഞ്ഞു, അവളുടെ മുഖം എടുത്ത് ഉരയ്ക്കാൻ പോലും എനിക്ക് തോന്നുവാണ് നിലത്ത്. അവളെക്കാളും സുന്ദരിയും പണമുള്ളൊരു പെണ്ണിനെ എൻ്റെ വലിയച്ഛൻ എനിക്ക് വേണ്ടി ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ പെണ്ണ് വിവാഹം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് അനുവിന്റെ ജീവിതം കുളം തോണ്ടി അവളെ വിവാഹം കഴിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഇപ്പൊ എനിക്ക് എല്ലാത്തിനും തിരിച്ചടി കിട്ടി. അനുവിന് എന്നെ പോലത്തെ ഒരു ചെക്കനില്ല, നിങ്ങളെ പോലത്തെ ഒരു ചെക്കനെയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞതൊക്കെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അനുവിനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കണം. ആ വീട്ടുകാർക്ക് അനുവിന്റെ വിവാഹക്കാര്യം ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. അനുക്ക് നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയണം. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ജീവന്റെ മനസ്സൊന്ന് ചെറുതായിട്ടൊന്ന് പതറുന്നുണ്ട് കേട്ടോ. ജീവൻ എന്തായാലും അനുവിന്റെ അടുത്ത് വീണ്ടും ആലോചനയായിട്ട് പോകുന്നുണ്ട്. തമിഴിൽ എന്തായാലും ഇതേപോലെ അല്ല. തമിഴിൽ മറ്റേ ബാലൻ ഇങ്ങനെ കുട്ടിഗോഷ്ടി പറയില്ല അലോകിന്റെ അനുവിന്റെ വിവാഹം നടന്നത് എങ്ങനെയാണെന്ന്, അതറിഞ്ഞിട്ടാണ് ജീവൻ പെണ്ണ് ആലോചിച്ച് വരുന്നത് കേട്ടോ. പക്ഷെ ഇതിൽ ഇങ്ങനെ തന്നെ ആവാനാണ് ചാൻസ്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.